പോള് ഇരുന്നിട്ട് ഫോട്ടോ എടുത്തടി. അത് ടേബിളാണ്, അതിന്റെ ഹൈറ്റ് അടിയിൽ പള്ളി. പണ്ടത്തെ പള്ളി. ഇത് ഭൂമാ ടവർ അല്ലേ? ഭൂമാ ടവർ. എനിക്ക് വേണോ? എനിക്ക് വേണോ? വിൽക്കാൻ വെച്ചാ പൈസ അവിടെ ഇതിലിടണോ? ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ കള്ളന്മാരില്ലാത്ത കൊണ്ട് ബോക്സ് പൈസ പൊട്ടിയ കാർഡ് തന്നെ ഉണ്ട്. ആ ഇതെന്താ? അന്നാരി സർവത്തൊന്നല്ലേ? വാ ഇത് നോക്ക്, നാട്ടിൻ പ്രദേശത്തെത്തി നമ്മൾ. ഇരുന്നിട്ട് ഫോട്ടോ എടുത്തടി. അയിമല്ല അതിൽ അടി, അത് ടേബിളാണ്, അതിന്റെ ഹൈറ്റ് അടിയിൽ നിലത്തിരിക്കി. എന്തത്? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സൗത്തുൽ ബാത്തിനയിലെ വാദി അൽ മാവിൽ ബിലായത്തിലെ അടിപൊളി ഒരു വാക്ക്വേയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്താ വിട്ടു. എന്താന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ കന്നുകാലികളെ വെച്ചിട്ട് കന്ന് കൂട്ടുന്ന ഒരു പരിപാടിയില്ലേ, അത് ഇവിടെ നമ്മളെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ഒമാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. നമ്മളിവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് തന്നെ 2-3 കഫേ വരുന്നുണ്ട്, നല്ല ആംബിയൻസോട് കൂടിയിട്ടുള്ള പൊളി അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. അങ്ങനെയൊന്നുമില്ല. ആ നല്ല വ്യൂ അല്ലേ? പൊളിയല്ലേ? ഇവിടുന്ന് ചായ കുടിച്ചാലോ? ഇരുന്നോ, ക്ലാസ് മാത്രം വാങ്ങിത്തരാം. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ പ്രത്യേക രസം. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വരാനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഒരു 3:30-4 മണി ആ സമയത്ത് വന്നാൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും. يلا عاصم يلا جوهر تعالي تعالي جوهر يلا جوهر يلا هنا هنا جوهر يلا لا ده عاصم شاهين يلا هذا عاصم هذا عاصم اللي وقف يلا شاهين يلا عاصم بريك بريك اوبا يلا عاصم يلا توباز ما بغي هي توباز يلا توباز شاطر حبيبتي ഈ ഒരു വാക്ക്വേ എന്ന് പറഞ്ഞാൽ ഹുജറത്ത് അൽ ഷെയ്ഖ് വില്ലേജിനെയും ബൈത്തുൽ ഗഷം മ്യൂസിയത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു പച്ചപ്പ് നിറഞ്ഞൊരു തോട്ടങ്ങളുടെയൊക്കെ ഇടയിൽ കൂടിയുള്ളൊരു വാക്ക്വേ തന്നെയാണ്. ഈ ഒരു മ്യൂസിയത്തിലേക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വേ വരുന്നത്. 300 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിങ് കാര്യങ്ങൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പോഴും ഇങ്ങനെ കൊണ്ടെടുക്കുന്ന ഒരു ഇതാണ്. ഇതിൽ അതേ മോഡലിൽ പണ്ട് കാലങ്ങളിൽ ഇവർക്ക് ദർസ് എടുത്ത സ്ഥലം, അതുപോലെ തന്നെ നിസ്കരിച്ച സ്ഥലം, പോലെ കാസ്റ്റൽ, പള്ളി, പണ്ടത്തെ ഓൾഡ് ഒന്നുകൂടി പിന്നെ പുതുതായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുന്നതാണ് ഇവിടെ മെയിനായിട്ട്. പണ്ട് മസ്കത്തിനെയും നിസ്വയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരുപാട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നടക്കാറുണ്ടായിരുന്നു. പണ്ട് കാലത്തൊരു മെയിൻ ആൾക്കാർ വന്ന് കൂടി ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഒരു ലൊക്കേഷൻ തന്നെയാണിത്. എനിക്ക് ഓർമ്മല്ലെങ്കിൽ പേടിയാന്ന്. കൊറേ എണ്ണുണ്ട്. ഇത് ചെമ്മരിയാടാ ആണോ ചേ? ഇത് ചെമ്മരിയാടാ ചേ?
ഇത് പണ്ട് ഒലു എടുക്കാൻ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോയിട്ട് വാദിയിൽ നിന്ന് ഒലു എടുത്തിട്ട് പിന്നെ അതാണ് പള്ളി. അവിടെ നിന്ന് നിസ്കരിക്കുകയും ഇതെന്താ ഇവിടുന്ന് നിസ്കരിക്കുക. അത് രണ്ട് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. ഓരോരുത്തർ ഇവിടെ തന്നെ നിസ്കരിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെ പോയിട്ട് ഈ തോട്ടങ്ങളിലുള്ളിൽ കൂടിയ പോലെ വില്ലേജ്. വേഗം പോട്, ഇരുടായിട്ടാ. ഇതൊക്കെ എന്താ സംഗതി എനിക്ക് മനസ്സിലായോ? എന്താ ആ പോട്. പണ്ടത്തെ പള്ളിയാ? എന്താ സംഗതി? വീടാ? എന്തോ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വേണക്കിട്ടാ. എൻ്റെ ഉള്ളിൽ നിൽക്കണ്ട പോരി. മസ്കത്ത് നിന്ന് ഏകദേശം ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ യാത്ര ചെയ്യാനുള്ളൂ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വാദി അൽ മാവിൽ വാക്കിംഗ് ഹെറിറ്റേജ്. നൈറ്റാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരല്. നമ്മളൊരു 4 മണിക്കൊക്കെ വന്നാൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ആ സമയത്തും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ അല്ലേ? ഈ ഒരു വെള്ളം വരണമെങ്കിൽ 6 മണിയൊക്കെ ആവും. ഇവിടെ ഫുൾ ടൈം വാദ്യം ഒഴിക്കുകയൊന്നുമില്ല കേട്ടോ. അതുപോലെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 4 മണിക്ക് വന്നിട്ട് വാദ്യം കാണണമെന്ന് നടിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല, കാണാൻ പറ്റൂല. അപ്പോൾ മനയൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലം ഉണ്ടല്ലോ, കാവയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.